ഒരു മിലിറ്ററി സ്ട്രാറ്റജിയും പ്ലാനും ഇസ്രയേലിൻ്റെയും യു എസിൻ്റെയും നല്ല രീതിയിൽ പിഴയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടിയിരുന്നത്. കാരണം അവർ ആദ്യം തന്നെ പല രീതിയിലാണ് വാർഫെയർ എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ അവരെടുത്തത് ഇക്കണോമിക് വാർഫെയർ ആണ്. അതായത് അവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കി ഏതാണ്ട് ഒരു US ഡോളറിന് ഏതാണ്ട് 1600ഓളം എന്താ പറയുക റിയാൽ വരെ ആക്കി അവരെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കി. അത് ഫലം കണ്ടില്ല. ഓഫ് കോഴ്സ് റെബല്യൻസ് ഉണ്ടായി, പക്ഷെ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കണ്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സ്റ്റേജാണ് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബോംബാർഡ്മെൻറ്റ് നടത്തി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മിലിറ്ററി ഹെഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെയോ തല എടുക്കാം എന്നുള്ളതല്ലാതെ ദ മെയിൻ ബോഡി സ്റ്റിൽ ദെയർ, അവിടെയാണ്, ആ ഗ്രൗണ്ടിലുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വളരെ നല്ല പോസിറ്റീവായിട്ടും ഹാർമോണിയസ് ആയിട്ടും വേണമെങ്കിൽ പറയാം ഒരു കണ്ടിന്യൂറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ അവരുടെ ഐഡിയ പിന്നെയും പിഴച്ചു. അപ്പോൾ US പറയുന്നത് ഞാൻ അവിടെ പകരം ആളിനെ വെക്കും, പക്ഷെ അതൊരു കാരണവശാലും നടന്നില്ല. കാര്യം ഈ ഖമേനിയുടെ മകനെ തന്നെ വീണ്ടും വന്നപ്പോൾ ട്രംപിന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇല്ലായിരുന്നെങ്കിൽ ട്രംപ് അവിടെയും കളിച്ചേനേം, ഞാൻ പറഞ്ഞിട്ട് ആളിനെ വെച്ച നൈസായിട്ട് ഇങ്ങ് പോരാം എന്ന് പറഞ്ഞുള്ള രീതി വന്നേനെ. അതും പിഴച്ചുപോയി. ഇസ്രയേൽ വളരെ ഫ്രാങ്കായിട്ട് പറയുന്ന അടുത്ത ആളിനെ ഞങ്ങൾ കൊല്ലുവന്നു. ഇതൊന്നും നടക്കാൻ പോകുന്ന ഒരു കാര്യവുമല്ല. കാരണം ഹെവി ബൊംബാർഡ്മെന്റ് അവിടെ നടക്കും. ഹെവി ബൊംബാർഡ്മെന്റ് നടക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റീഗ്രൂപ്പിംഗ് ഓഫ് ദി വേൾഡ് അവർ വരുന്നുണ്ട് കാശ്മീർ. അതായത് ചൈനയ്ക്ക് ഒരു ചൊരുക്ക് പണ്ടേ ഉണ്ട്. കാര്യം വെനിസുലയിൽ നിന്ന് ഓയിൽ കട്ട് ഓഫ് ചെയ്ത് US ചൈനയ്ക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചൈന മാക്സിമം ഈ സൈഡിലോട്ടാണ് ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ ചൈന, നമ്മൾ ആദ്യമൊക്കെ ചൈനയെ വിമർശിച്ചെങ്കിലും ചൈനയുടെ മൗനം എന്ന് പറയുന്നത് അതിന് 100 അർത്ഥമുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ ചൈനയുടെ ഈ മൗനമാണ് നമ്മളെയല്ല, ഈ ചൈനയുടെ മൗനം ഇസ്രയേലിനെ വെറുപ്പിക്കുന്നു, പേടിപ്പിക്കുന്നു. ഈ ചൈനയുടെ മൗനം അമേരിക്കയെ പേടിപ്പിക്കുന്നു. കാരണം ചൈന, ഓഫ് കോഴ്സ് മോഹൻ വർഗീസ് ഹാസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ദിസ് തിങ്. ബിക്കോസ് ചൈന എന്ന് പറയുന്നത് സെക്കൻഡ്, അതായത് സാറ്റലൈറ്റ് ട്രേസ് ചെയ്തിട്ട് ഇറാനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സാറ്റലൈറ്റ് അവരുടെ കയ്യിലാണ്. കാര്യം ആദ്യം തന്നെ US സൈബർ, അതായത് ഇന്റർനെറ്റും കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ടോട്ടലി ഐസൊലേറ്റ് ചെയ്തിരുന്നു ഇറാനെ. ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഇല്ലായിരുന്നു. അവർ ആ രീതിയിൽ വീക്കായപ്പോൾ ഇപ്പോൾ ചൈന ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുകയാണ്. ചൈന ഹെൽപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട കാര്യം എന്താ അറിയുമോ? ഒരു ഷിപ്പിനെ മാത്രമെങ്കിലും ടാർഗറ്റ് ചെയ്താൽ മതി. അതായത് ഒറ്റ ഷിപ്പിനെ ടാർഗറ്റ് ചെയ്താൽ ട്രംപ് അവിടെ വീണു. കാരണം ഒരു ഷിപ്പിൽ കുറഞ്ഞത്, അതായത് എയർക്രാഫ്റ്റ് കാരിയറിലൊക്കെ ഏതാണ്ട് 5000-ലധികം സെയിലേഴ്സ് ഉണ്ട് US-ന്റെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ തന്നെ. യു ക്യാൻ വെരി വെൽ ഇമാജിൻ. അതിലൊരു എന്തെങ്കിലും ഒരു ഡാമേജ് വന്ന മോർ ദാൻ 100. അതായത് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുന്നത് കറക്റ്റ് എക്സാക്ട് പൊസിഷൻ അതായത് കിട്ടുമ്പോഴാണ്.